MG യൂണിവേഴ്സിറ്റി ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ചോദ്യം ദ കൊളണൈസേഴ്സ് ആൻഡ് ദ കൊളണൈസ്ഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി പിടിച്ചെടുക്കുന്നവരും കോളനി ഭരണത്തിന് വിധിക്കപ്പെടുന്ന പാവപ്പെട്ട നാട്ടുകാരും. ഇതാണ് ഇതിന്റെ ഉത്തരം. രണ്ട് ആൾക്കാരെ കുറിച്ച് ചോദ്യത്തിന് ഉത്തരം ഇവിടെ എഴുതേണ്ടി വരുന്നുണ്ട്. ഒന്ന്, ദ ബ്രിട്ടീഷ് കൊളണൈസേഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോംപ്ലക്സ് ആൻഡ് സെൻസിറ്റീവ് ടോപ്പിക്. ബ്രിട്ടന്റെ ഇന്ത്യയിലെ കോളനി വൽക്കരിക്കുന്ന ആ പ്രക്രിയ വളരെ സെൻസിറ്റീവും സങ്കീർണവുമായ ഒരു കാര്യമാണ്. ഹിയർ ഈസ് ആൻ എക്സ്പ്ലനേഷൻ. നമുക്ക് നോക്കാം. കൊളണൈസർ ആരാണ്? ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി arrived in India in the early 17th century initially for trade purpose. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 17ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലഘട്ടത്തിൽ വന്നത് എന്തിനായിരുന്നു? കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഓവർ ടൈം, പക്ഷെ കാലം കടന്നുപോയപ്പോൾ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സ്പാൻഡഡ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് ബൈ ദ മിഡ് 19th century ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ നിയന്ത്രണം വികസിപ്പിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ പാതിയോളം ഉള്ള കാലഘട്ടത്തിൽ ദ ബ്രിട്ടീഷ് ക്രൗൺ ഹാഡ് ടേക്കൺ ഓവർ. 1857 കലാപത്തിന് ശേഷം എന്ന് കൃത്യമായും പറയാം. സിപ്പായി ലഹളയ്ക്ക് ശേഷം രാജ്ഞി ഭരണം ഏറ്റെടുത്തു. കമ്പനി മാറി. അങ്ങനെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഭരണകൂടത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇന്ത്യ എന്ന കോളനി രാഷ്ട്രം വന്നുപെട്ടു. മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ബ്രിട്ടീഷ് രാജ്. അതാണ് ബ്രിട്ടീഷ് രാജ് എന്നതിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് വെറും ഒരു കോളനി ആയിരുന്നെങ്കിൽ, ഒരു കമ്പനി, ഈ കച്ചവട കമ്പനി ഇന്ത്യയിൽ അവരുടെ സർവാധിപത്യം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇന്ന് പിന്നെ 1857 ശേഷം കാണുന്നത് ബ്രിട്ടീഷ് രാജാണ്. ബ്രിട്ടന്റെ നേരിട്ടുള്ള ഭരണമാണ്. The British colonizers exploited India's resources. ബ്രിട്ടീഷ് കോളനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഇന്ത്യയുടെ വിഭവങ്ങളെ കൊള്ളയടിച്ചു. ഇൻക്ലൂഡിംഗ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് കോട്ടൺ, ഇൻഡിഗോ, ടീ ആൻഡ് ജൂട്ട്. പരുത്തി, നീലം, തേയില, ചണം എന്നീ വിഭവങ്ങളെ. ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് റിക്രൂട്ട്മെന്റ്. മനുഷ്യ വിഭവങ്ങള്, നിർബന്ധിത കൂലി, നിർബന്ധിത അധ്വാനം, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ഫോർ ബ്രിട്ടീഷ് വാർസ്. ബ്രിട്ടൻ ചെയ്യുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടി നിർബന്ധിതമായി ഇന്ത്യൻ സൈനികരെ പടയാളികളായി കൊണ്ടുപോവുക. ദ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ദർ ലാംഗ്വേജ്. ബ്രിട്ടൻ അവരുടെ ഭാഷ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അവരുടെ സംസ്കാരവും അവരുടെ സ്ഥാപനങ്ങളും എല്ലാം. സപ്രസിംഗ് ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ഇന്ത്യൻ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും അത് അടിച്ചമർത്തി. ദ കൊളനൈസ്. ഇനി ഇതൊക്കെ കൊളനൈസർമാരെ കുറിച്ച് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെങ്കിൽ കോളനൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലാണ് ഈ ഉത്തരം പൂർണ്ണമാവുള്ളൂ. ഇന്ത്യൻസ് ആർ സബ്ജക്ട് ടു ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഇന്ത്യൻസ് എന്ന് പറയുന്ന കോളനൈസ്ഡ് പീപ്പിൾ അവർ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമായി. വിത്ത് ദർ റിസോഴ്സസ് ബീങ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻ. അവരുടെ വിഭവങ്ങൾ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുകയും ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യൻസ് വേർ ഡിനൈഡ് ബേസിക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. അടിസ്ഥാന സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഇന്ത്യക്കാർക്ക് നിഷേധിക്കപ്പെട്ടു. വിത്ത് ദ ബ്രിട്ടീഷ് ഇമ്പോസിംഗ് ഹാർഷ് ലോസ് ആൻഡ് പണിഷ്മെന്റ്സ്. ബ്രിട്ടൻ വളരെ അതികഠിനമായ നിയമങ്ങളും ശിക്ഷണ നടപടിക്രമങ്ങളും ഇന്ത്യക്കാരുടെ മേൽ ചുമത്തുകയുണ്ടായി. ഇന്ത്യൻസ് വേർ ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കാൻ ഇന്ത്യക്കാർ നിർബന്ധിതരായി. വെസ്റ്റേൺ കൾച്ചർ ആൻഡ് വാല്യൂസ് ലീഡിംഗ് ടു കൾച്ചറൽ എറോഷൻ ആൻഡ് ഐഡന്റിറ്റി ലോസ്. സാംസ്കാരികമായ ഒലിച്ചുപോക്ക് അല്ലെങ്കിൽ ശോഷണവും അവരുടെ അസ്തിത്വത്തിന്റെ നഷ്ടവും ഇന്ത്യക്കാർക്കുണ്ടായി. ഇന്ത്യൻസ് റെസിസ്റ്റഡ് ബ്രിട്ടീഷ് റൂൾ ത്രൂ വേരിയസ് മൂവ്മെന്റ്സ്. പല ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യക്കാർ പ്രതികരിക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തു. ദ ഇന്ത്യൻ റിബല്യൻ ഓഫ് 1857 ആൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലെഡ് ബൈ മഹാത്മാഗാന്ധി. 1857 ഇന്ത്യൻ കലാപം, സിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനം. ഈ കൊളനൈസേഷന്റെ ഇമ്പാക്ട് കൂടി ഒന്ന് പറഞ്ഞു പോകാം. ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിലത്, എങ്കിൽ കൂടി കൊളനൈസേഷന്റെ ഇമ്പാക്ട് ഇങ്ങനെയാണ്. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. സാമ്പത്തിക ചൂഷണം ഉണ്ടായി. ലെഡ് ടു വൈഡ് സ്പ്രെഡ് പോവർട്ടി. വ്യാപകമായ ദാരിദ്ര്യം ഉണ്ടായി. ഫാമിൻ, ക്ഷാമം ഉണ്ടായി. ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ അവികസിതമായ അവസ്ഥയുണ്ടായി. കൾച്ചറൽ സപ്രഷൻ ലെഡ് ടു ലോസ് ഓഫ് ട്രഡീഷണൽ നോളജ്. ഈ സാംസ്കാരികപരമായ അടിച്ചമർത്തല് ഇന്ത്യയുടെ പരമ്പരാഗതമായ അറിവിനെ നഷ്ടപ്പെടുത്തി. കസ്റ്റംസ്, ആചാരാനുഷ്ഠാനങ്ങളെയും ഐഡന്റിറ്റിയെയും നഷ്ടപ്പെടുത്തി എന്ന് പറയാം.